സിറാജ് ലൈവിലേക്ക് സ്വാഗതം. രാജ്യം പുതിയ പ്രതീക്ഷയിലാണ്. ഇന്ത്യയുടെ ജനാധിപത്യം തിരിച്ചു വന്നു എന്ന പ്രതീക്ഷയുണ്ട് നമുക്ക്. രണ്ട് ടേമിൽ തുടർച്ചയായി രാജ്യത്തെ ഏകാധിപത്യ രീതിയിൽ ഭരിച്ച BJP സർക്കാർ അതിൽ നിന്ന് മാറി രാജ്യം ഒരു സഖ്യ സർക്കാരിലേക്ക് വീണ്ടും എത്തിയിരിക്കുന്നു. മന്ത്രിസഭാ രൂപവൽക്കരണം കഴിഞ്ഞു. NDAയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇനി എങ്ങനെ പ്രവർത്തിക്കും എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ഈ ഘട്ടത്തിൽ എനിക്കൊപ്പം ചേരുകയാണ് രാജ്യത്തെ പ്രമുഖ മാധ്യമ പ്രവർത്തകനും ദ ടെലഗ്രാഫ് പത്രത്തിൻ്റെ എഡിറ്റർ അറ്റ് ലാർജുമായ ശ്രീ R. രാജഗോപാൽ സാർ. സ്വാഗതം സാർ. സാർ, വളരെ ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ 2 ടേമിൽ BJP ഒരു ഏകാധിപത്യ ഭരണാധികാരിയെ പോലെയാണ് നരേന്ദ്രമോദി രാജ്യം ഭരിച്ചത്. അവിടെ മറുസ്വരങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും ഉണ്ടായിരുന്നില്ല. ഒരു പ്രതിപക്ഷം പോലും ഇല്ലാത്ത രീതിയിലുള്ള ഭരണമായിരുന്നു. അതിൽ നിന്ന് മാറി BJPക്ക് കേവല ഭൂരിപക്ഷം നൽകാതെയുള്ള ഒരു മാൻഡേറ്റ് വരുന്നു. ആ മാൻഡേറ്റിന് അനുസൃതമായി ഒരു സഖ്യ സർക്കാർ രൂപവൽക്കരിക്കപ്പെട്ട സാഹചര്യമാണ്. നമ്മുടെ രാജ്യത്ത് ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലുള്ള ഒരു ജനാധിപത്യം തിരിച്ചു വന്നു എന്ന് കരുതാവുന്ന ഒരു സാഹചര്യമാണോ ഇപ്പോഴുള്ളത്? തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞാൽ ഏറ്റവും ശരിയായ വാക്ക് എനിക്ക് തോന്നുന്നു ആശ്വാസം എന്ന് തന്നെയാണ്. ആഹ്ലാദനെക്കാട്ടും നമുക്ക് ആശ്വാസം എന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ജനാധിപത്യം തിരിച്ചു വന്നോ എന്നതിനെ കുറിച്ച് ജനാധിപത്യം തിരിച്ചു വരാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്ന അതിന്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള എന്നാൽ ഏറ്റവും പ്രബലമായ ആദ്യത്തെ ചുവടുവയ്പ് തിരിച്ചു വരാനുള്ള ചുവടുവയ്പ് നടത്തിയെന്ന് പറയുന്നതായിരിക്കും കൂടുതൽ നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. യഥാർത്ഥത്തിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഇന്ത്യ സഖ്യത്തിനുണ്ടായിരിക്കുന്ന ഒരു നേട്ടം, ഇന്ത്യ സഖ്യം അധികാരം പിടിച്ചില്ല എങ്കിൽ കൂടി അവരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിച്ചതിലും വലിയ ഒരു വിജയം ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടെന്നത് നേരാണ്. ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു കരുത്തുകൊണ്ടുണ്ടായ വിജയമാണോ, അതല്ലെങ്കിൽ രാജ്യത്തെ ജാതി സമവാക്യങ്ങൾ മാറി മറിഞ്ഞതിൻ്റെ ഫലമായി ഉണ്ടായതാണോ? ഈ ഒരു വിജയത്തിലേക്ക്, ഈ ഒരു നേട്ടത്തിലേക്ക് ഇന്ത്യ സഖ്യം എത്തുന്നത് എങ്ങനെയാണ്? ഇത് പല ഫാക്ടേഴ്സ്, താങ്കൾ പറഞ്ഞ 2 ഫാക്ടേഴ്സ് ഉണ്ട്. ജാതി, താങ്കൾ പറഞ്ഞ ജാതി ഒരു ഫോം, അതായത് ഉത്തർപ്രദേശിൽ ഇപ്പൊ നമുക്ക് PDA എന്ന് പറയാം, അതായത് പിछड़ा എന്ന് പറഞ്ഞാൽ പിന്നോക്ക വിഭാഗങ്ങൾ, D ദളിത് വിഭാഗങ്ങൾ, പിന്നെ A അല്പസംഖ്യ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ. ഇത് 3 പേരും, ഈ 3 വിഭാഗങ്ങൾ നമ്മൾ ഏകദേശം ഒരു 10-20 വർഷമായിട്ട്, പ്രത്യേകിച്ച് 2013 മുസാഫർ അവിടുത്തെ ലഹള ഉണ്ടായ ശേഷം, കലാപം ഉണ്ടായ ശേഷം തീർച്ചയായിട്ടും സമൂഹത്തിലൊരു ഭിന്നിപ്പും അതിനുവേണ്ടിയാണല്ലോ കലാപങ്ങൾ എപ്പോഴും ഉണ്ടാക്കുന്നത്. സമൂഹത്ത് അപ്പോഴുണ്ടാകുന്ന രക്തച്ചൊരിച്ചിലിനെ കാട്ടി അതുണ്ടാക്കുന്ന ഒരിക്കലും ഉണങ്ങാത്ത മുറിവുകൾക്ക് വേണ്ടിയാണ് ഈ ലഹളകൾ എപ്പോഴും ലഹളകൾ ഉണ്ടാകുന്നത്. അപ്പൊ ഇതിൽ നിന്ന് തീർച്ചയായിട്ടും ഇത് ഏറ്റവും അഭിമാനകരമായ നോട്ടം. നമ്മളത് ജാതി എന്ന് പറഞ്ഞതിനെ താഴ്ത്തി അതിനെ ചുരുക്കി കാണുക എന്നുള്ളൊരു ഭയം. കാരണം നമ്മുടെ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നമ്മുടെ വൊക്കാബുലറിയിൽ പോലും നമ്മൾ അറിയാത്ത മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ഇതൊരു ജാതീയമായ ഇതാണോ അതോ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെല്ലാരും കൂടി അവരുടെ ഒരു അച്ചുതണ്ട് ഉണ്ടാകുകയാണ് എന്നുള്ള അപ്പൊ അങ്ങനെ ഒരു അച്ചുതണ്ട് ഉണ്ടാകുകയാണെങ്കിൽ അത് ഇപ്പോഴും എത്രമാത്രം ആ അച്ചുകൊണ്ട് എത്രമാത്രം സുരക്ഷിതമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 1-2 ഇലക്ഷൻ കൂടി ഇത് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ സഖ്യത്തിന്റെ ഒരു ബോണ്ട് സ്ഥിരപ്പെട്ടു എന്ന് പറയാനായിട്ടില്ല എന്നാണോ സാർ ഉദ്ദേശിക്കുന്നത്? അതെ, ഞാൻ പറഞ്ഞ ഇന്ത്യ സഖ്യത്തിന് ജനങ്ങൾ ഒരു ചാൻസ് നൽകി അവരെ പ്രൂവ് ചെയ്യാനായിട്ട്. അത് ഇനിയും വരുന്ന ഈ 5 വർഷമോ അടുത്ത് വരുന്ന 2 വർഷമോ ഇന്ത്യ സഖ്യം ഒരു ട്രയലാണ്, അവരുടെ ഒരു ടെസ്റ്റാണിത്, അവരുടെ ക്യാരക്ടറിന്റെ ടെസ്റ്റാണ്. നിങ്ങൾ എങ്ങനെ നിങ്ങൾക്കൊരു ചാൻസ് തരുമോ, നിങ്ങൾ പ്രൂവ് ചെയ്യൂ എന്ന് ജനങ്ങൾ പറഞ്ഞു. പക്ഷെ ഞാനീ പറഞ്ഞ അച്ചുതണ്ട് അത് സംരക്ഷിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യത്തിന്റെ എല്ലാ ഇനിയുള്ള മുന്നോട്ടുള്ള പ്രവൃത്തികളും, ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് എന്ന് പറയുന്ന കാര്യം ഈ സഖ്യത്തിനെ, അതായത് പിന്നോക്ക, ദളിത്, ന്യൂനപക്ഷ ഈ സഖ്യത്തിനെ എത്രമാത്രം അവരെ സംരക്ഷിക്കാനും വളർത്തുവാനും കഴിയുന്നു എന്നതനുസരിച്ച് അത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംരക്ഷിക്കാൻ കഴിയുകയാണെങ്കിൽ 1989 ശേഷം നടക്കുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ഒരു ഫിനോമിനൽ ചേഞ്ച് ആയിരിക്കും. അത് വർഗീയ ശക്തികളെ തീർച്ചയായിട്ടും പരാജയപ്പെടുത്താൻ സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ,
ഇപ്പം നമുക്കറിയാം BJP-യുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ, അതല്ലെങ്കിൽ BJP പ്രചാരണ രംഗത്ത് ഉപയോഗിച്ച വിഷയങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴെല്ലാം 400 സീറ്റ് കടക്കുമെന്നൊരു ആത്മവിശ്വാസം മുന്നിൽ വെച്ചുകൊണ്ടാണ് അവർ ആദ്യം പ്രചാരണം തുടങ്ങിയത്. അത് ഒരു ഘട്ടം കഴിയുമ്പോൾ അത് മോദി ഗ്യാരണ്ടി നൽകിക്കൊണ്ടായിരുന്നു ആ പ്രചാരണങ്ങൾ. ഒരു ഘട്ടം കഴിയുമ്പോൾ BJP അതിൽ നിന്ന് പിറകോട്ട് പോകുന്നു. സാക്ഷാൽ വർഗീയത പുറത്തെടുക്കുകയാണ്. വർഗീയമായ രീതിയിലേക്ക് BJP-യുടെ പ്രചാരണം മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് വർഗീയത എന്ന് പറയുമ്പോൾ ഈ രാജ്യത്ത് മുസ്ലിം സാമാന്യത്തെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വർഗീയ പ്രചാരണങ്ങൾ തന്നെയാണ് നടന്നത് എന്ന കാര്യത്തിൽ നമുക്കൊരു തർക്കവുമില്ല. ഇപ്പോൾ അധികാരത്തിൽ വന്നിരിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ കൂടെയുള്ളത് JDU-വും TDP-യുമാണ്, രണ്ട് പ്രബലമായ കക്ഷികൾ. ഈ രണ്ട് കക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് മുസ്ലിം വോട്ട് ബാങ്ക് തന്നെയാണ്. ഞാൻ സാറോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, മുസ്ലിം വിരുദ്ധത എന്ന നിലപാടിൽ നിന്ന് NDA സർക്കാരിന് മാറാൻ, അല്ലെങ്കിൽ NDA സർക്കാർ അതിൽ നിന്ന് മാറുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം രാജ്യത്ത് രൂപപ്പെട്ടിട്ടുണ്ടോ? പരോക്ഷമായിട്ട് അല്ല, പ്രത്യക്ഷമായിട്ട് അവരെങ്ങനെ പറയുമായിരിക്കും. അത് എപ്പോഴും നരേന്ദ്രമോദി 2014 തൊട്ട് പറഞ്ഞ സബ്കെ സാത്ത് സബ്കെ വികാസ് എന്നുള്ള കാര്യം എല്ലാവരും ഞങ്ങളുടെ കൊണ്ട് ഇത്തവണ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പരോക്ഷമായിട്ട് ഈ പ്രവർത്തികൾ തുടരും എന്ന് തന്നെയാണ് ഞാൻ ഭയപ്പെടുന്നത്. അത് മാത്രമല്ല, 2014 തൊട്ട് 2020 ഈ 10 വർഷത്തില് യാതൊരു എന്താ പറയണ്ടേ, യാതൊരു കരുതലുമില്ലാതെ എന്ത് തോന്നിയാസവും എപ്പോഴും പ്രവർത്തിക്കാം, എപ്പോഴും പറയാം എന്ന രീതിയിൽ വളരെ നഗ്നമായ വർഗീയത തന്നെ, വേറൊന്നും പറയാനില്ല. ഏറ്റവും ശോചനീയമായ രീതിയിൽ ഇന്ത്യയിൽ ഒരു പ്രധാനമന്ത്രി പോലും ഒരിക്കലും, പ്രധാനമന്ത്രി പോട്ടോ ഏതെങ്കിലും ഉത്തരവാദപ്പെട്ട നേതാവ് ഒരിക്കലും ചെയ്യാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അദ്ദേഹം അത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ അദ്ദേഹത്തെ പോലെ, അദ്ദേഹമാണ് ശരിക്കും ഒരു മതേതരത്വത്തിന്റെ വക്താവ്, അദ്ദേഹം ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കും പോലെ ആരും സംരക്ഷിച്ചിട്ടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളും പറയുമായിരുന്നു. അപ്പൊ ഇനി എനിക്ക് തോന്നുന്നത്, മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കുറച്ച് മാധ്യമങ്ങളെ നരേന്ദ്രമോദി എതിർത്തിരുന്നുള്ളൂ. പക്ഷെ ആ എതിർത്തുന്നവർക്ക് ഈ 10 വർഷം പ്രൊഫഷണലി എളുപ്പമായിരുന്നു. കാര്യം ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പൊള്ളയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമായിരുന്നു. കാര്യം അദ്ദേഹം പച്ചക്ക്, നമ്മൾ മലയാളത്തിൽ പറഞ്ഞ പച്ചക്ക് പറയുക എന്നുള്ള രീതിയിലാണ് നരേന്ദ്രമോദി പറഞ്ഞുകൊണ്ടിരുന്നത്. ആളുകളുടെ, മുസ്ലിങ്ങൾ ധരിക്കുന്ന വസ്ത്രത്തെ കുറിച്ചും അവരുടെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും വളരെ പക്ഷെ ഇനിയും എനിക്ക് തോന്നുന്നത് ഈ നിതീഷും നായിഡുവും ഒക്കെ ഉള്ളത് കൊണ്ട് ഇദ്ദേഹം കൂടുതലും പരോക്ഷമായിട്ടായിരിക്കും ഈ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ചലഞ്ച് എന്ന് പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ കൂടുകയാണ്. അതായത് കൂടുതൽ ജാഗരൂകരായിട്ട് ഇവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഒരു മൈക്രോസ്കോപ്പ് തന്നെ വെച്ച് നമ്മൾ പരീക്ഷിക്കേണ്ടി വരും. സിവിൽ സൊസൈറ്റി, പ്രതിപക്ഷം, ഇങ്ങനെയുള്ളവർ ഇനി ഒരിക്കലും ഉറങ്ങാൻ പോലും കണ്ണിലെണ്ണ ഒഴിച്ച് തന്നെ നമ്മൾ കഴിഞ്ഞ 10 വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ പറയുമ്പോൾ നമുക്ക് ഒരു ലാഘവത്തോട് തോന്നുമെങ്കിലും ഇദ്ദേഹം ഒന്നും ഒളിച്ചു വെച്ചിരുന്നില്ല. വളരെ പരസ്യമായിട്ടാണ് എല്ലാം പറയുന്നത്. അമിത്ഷാ പറഞ്ഞു വളരെ ക്രോണോളജി സമജി. അദ്ദേഹം അത് പറഞ്ഞില്ലെങ്കിൽ ഈ CAA-യും NRC-യും തമ്മിലുള്ള ബന്ധം നമുക്ക് ഒരിക്കലും സ്ഥാപിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷെ അദ്ദേഹം പച്ചയ്ക്ക് പറഞ്ഞു ക്രോണോളജി സമജി ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് CAA-യുടെ ഏറ്റവും വലിയ അപകടം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ വഴിയില്ല. അവർ പലതും ഗുപ്തമായിട്ടും വളരെ ആ രീതിയിലും ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കഴിയുന്നതും കൂടുതൽ ജാഗ്രതയോടെ ഇരിക്കേണ്ട ഒരു ഫേസ് ആണ് വരാൻ പോകുന്നത്. കാര്യം ഈ ലെപ്പേർഡ്സ് ഡോണ്ട് ചേഞ്ച് സ്പോട്സ് എന്ന് പറയില്ല. ഒരു പുലി, ഒരു കടുവന്റെ ഒരിക്കലും അതിന്റെ പുള്ളിയുടെ പുള്ളി ഒരിക്കലും മാറില്ല. നമ്മൾ വിചാരിക്കുമ്പോഴൊന്നും മാറില്ല, മാറുന്നവർ പറയുന്നുണ്ടെങ്കിലും. പക്ഷേ സാറേ, ഇപ്പം ആ പുള്ളിയുടെ പുള്ളി മാറില്ല എന്നത് നേര് തന്നെ. പക്ഷേ ഇത്തരത്തിലുള്ള വർഗീയ അജണ്ടകൾ, അതായത് മുസ്ലിം വിരുദ്ധമായ വർഗീയ അജണ്ടകൾ ഇനി പുറത്തെടുക്കുമ്പോൾ സ്വാഭാവികമായും അത് TDP-യെയും JDU-വിനെയും ഒക്കെ ബാധിക്കുമല്ലോ. ആ നിലക്ക് ഈ പാർട്ടികളിൽ നിന്ന് എതിർപ്പ് എന്തായാലും നേരിടേണ്ട സാഹചര്യം ഉണ്ടാകും. ആ എതിർപ്പിനെ മറികടന്നുകൊണ്ട് ഇപ്പം ഏക സിവിൽ കോഡായാൽ പോലും NRC ആയാൽ പോലും ഒക്കെ നടപ്പാക്കാൻ ഈ സർക്കാരിന് കഴിയുന്നൊരു സാഹചര്യം ഉണ്ട് എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെയുള്ള അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ അതായത് വളരെ നഗ്നമായ കാര്യങ്ങൾ, അതായത് വളരെ എക്സ്പ്ലോസീവ്, ഇപ്പം CAA പോലെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, അത് ചെയ്യാൻ മടിയുണ്ടാകും. അതുപോലെ അത് ചെയ്യാൻ ബുദ്ധിമുട്ടുമായിരിക്കും ഇനിയും. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ നമ്മളിപ്പോ കാണാൻ നമുക്ക് പെട്ടെന്ന് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലുള്ള വരികൾക്കിടയിലൂടെ വായിക്കുക എന്ന് പറയുന്ന പോലെ അല്ലേ? അതെ, വരികൾക്കിടയിലൂടെ വായിക്കുക. എന്തെങ്കിലും ഒരു നിയമ ആരാധനാലയങ്ങളിൽ ചില കൺട്രോൾ കൊണ്ടുവരിക, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ, ഇതിനകത്ത് സ്കോളർഷിപ്പ് ഒക്കെ ചെയ്തല്ലോ. അതുപോലെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഇത് ശ്രദ്ധിക്കാറില്ല. നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇവര് പറയുന്ന കാര്യം CAA പോലുള്ള വലിയ കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ഭീതി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. പക്ഷെ ഇതിനിടയിൽ കൂടി
ഇവരുടെ അജണ്ട ചെറിയ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത രീതിയിൽ ബ്രോഡ്കാസ്റ്റ് ബില്ല് പോലെ സംഭവങ്ങൾ, ഇതെല്ലാം സമൂഹത്തും പൗരന്മാരെയും എല്ലാ വിഭാഗങ്ങളെയും ബാധിക്കുന്നതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ഇരിക്കും എന്നൊരു ഭയം. അതുമല്ല, മറ്റ് മതങ്ങൾ തമ്മിൽ അടുപ്പിക്കുക, ന്യൂനപക്ഷങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുക, ഇതെല്ലാം വളരെ രീതിയിൽ അതെനിക്കൊരു വലിയൊരു ഭയമാണ്. ന്യൂനപക്ഷങ്ങളിൽ അകത്ത് തന്നെ ഭിന്നത ഉണ്ടാക്കാൻ ഇവർ ശ്രമിക്കുമെന്ന് ഞാൻ തീർച്ചയായിട്ടും ഭയപ്പെടുന്നു. ഓക്കെ, ഇപ്പം സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രധാന ഭൂമികയാണ് യഥാർത്ഥത്തിൽ ഉത്തർപ്രദേശ്. ഇവിടെ നമുക്ക് തിരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുമ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടി ഉത്തർപ്രദേശിൽ നേരിട്ടു. സമാനമായി മറ്റു സംഘപരിവാർ കേന്ദ്രങ്ങളിലെല്ലാം സംഘപരിവാറിൻ്റെ സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. ഈ സംഘപരിവാറിൻ്റെ ഒരു സോഷ്യൽ എഞ്ചിനീയറിങ്ങിനെ മറികടക്കാനുള്ള ഒരു ബൗദ്ധികത നമ്മുടെ വോട്ടർമാർ നേടിക്കഴിഞ്ഞു, പ്രത്യേകിച്ച് UP പോലുള്ള സംസ്ഥാനങ്ങളിൽ ആളുകൾ നേടിക്കഴിഞ്ഞു എന്ന് ഈ തിരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് നേടിക്കഴിഞ്ഞോ എന്നുള്ളതിനെക്കാട്ടി നേടാൻ തുടങ്ങി എന്നുള്ള തീർച്ചയായിട്ടും അതിന് യാതൊരു സംശയവുമില്ല. അതില് ഞാനീ പറഞ്ഞ പോലെ അഖിലേഷ് യാദവിന്റെയും പിന്നെ രാഹുൽ ഗാന്ധി, മറ്റുള്ള എല്ലാം തേജസ്വി യാദവ്, ഇവരുടെ എല്ലാം പ്രവർത്തനം ഇപ്പൊ ബീഹാറിൽ നമ്മൾ വലിയ അതിന്റെ ഫലം ഇപ്പോൾ കണ്ടില്ലെങ്കിലും തീർച്ചയായിട്ടും അടുത്ത് നടക്കാൻ പോകുന്ന ഇലക്ഷനിൽ നമ്മൾ അതിന്റെ ഫലം കാണുമെന്നാണ് എന്റെ പ്രതീക്ഷ. പക്ഷെ തീർച്ചയായിട്ടും ഇതിന്റെ ആദ്യത്തെ ക്രെഡിറ്റ് പോകേണ്ടത് ജനങ്ങൾക്ക് തന്നെയാണ്. ഇത് മനസ്സിലാക്കി വേണ്ട രീതിയിൽ വോട്ട് ചെയ്യുക. ചിലർ അതിനൊക്കെ ആക്ഷേപിച്ചൊക്കെ ടാക്ടിക്കൽ വോട്ടിംഗ്. ടാക്ടിക്കൽ വോട്ടിംഗ് എന്നല്ല, ഒരു രാജ്യത്തെ നമ്മുടെ ഭാരതത്തിനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യേണ്ട പ്രവൃത്തി തന്നെയാണ് ഓരോ വോട്ടറും ഈ BJPക്കെതിരെ വോട്ട് ചെയ്ത് ഓരോ വോട്ടറും ചെയ്തത്. അതിനെ നമ്മൾ ശ്ലാഘിക്കുകയാണ് വേണ്ടത്. അതിന്റെ ആദ്യത്തെ ക്രെഡിറ്റ് ജനങ്ങൾക്ക് തന്നെ പോകണം. പിന്നെ ഇതിനകത്ത് ഇത് മാത്രമായിട്ട് ചുരുക്കി കാണരുത്. അതായത് വെറുപ്പിനെതിരെ വോട്ടെന്ന തീർച്ചയായിട്ടും വെറുപ്പിനെതിരെയുള്ള വോട്ട് തന്നെയാണ്. അതിന്റെ കൂടെ തന്നെ വലിയ ഒരു ഇക്കണോമിക് ഫാക്ടേഴ്സും, അതായത് സാമ്പത്തികമായ രീതിയിൽ ഫാക്ടേഴ്സും വലിയൊരു ഇതിനകത്ത് അതും പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു പാഠം BJPക്ക് ഉൾക്കണം. നമ്മൾ പലപ്പോഴും ഈ മുസ്ലിങ്ങളെ നമുക്ക് എന്തും ചെയ്യാം, അതായത് അവരുടെ ലൈവ്ലിഹുഡിനെ അറ്റാക്ക്, അവരുടെ അവരുടെ വരുമാനത്തെ നമുക്ക് അറ്റാക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈവൻ UP പോലൊരു സ്ഥലത്ത്, വാരണാസി പോലെ സ്ഥലത്ത് നമ്മൾ മുസ്ലിങ്ങളുടെ നെയ്ത്ത് ശാലകൾ, നമ്മൾ അവരുടെ എക്കണോമിക് നമ്മൾ പോളിസി വരി അവരെ തകർക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മുസ്ലിമിന് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ 15 ഹിന്ദുക്കൾക്ക് അല്ലെങ്കിൽ 80 ഹിന്ദുക്കൾക്ക് ഒരു പ്രശ്നമുണ്ട്. ആ എക്കണോമിക് ഫാക്ടർ അവരെ എല്ലാവരെയും ബാധിക്കുന്നുള്ളൂ. അതായത് ഒരു റിലിജനെ മാത്രമായിട്ടല്ല ഒരു എക്കണോമിക് ഫാക്ടർ വരുന്നത്. അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സ്നേഹത്തോടുകൂടിയും പരസ്പര വിനിമയത്തോടു കൂടി ജീവിക്കുന്ന ഒരു മൾട്ടി കൾച്ചറൽ സൊസൈറ്റിയിൽ ഒരു സമൂഹത്തിനെ മാത്രമായിട്ട് നമുക്കിങ്ങനെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. അതിന്റെ ആഫ്റ്റർ എഫക്ട്സ്, റിപ്പിൾ എഫക്ട്സ് സമൂഹം മുഴുവൻ പടർന്നു പിടിക്കും. അതിന്റെ തെളിവാണ് വാരണാസിയിൽ നരേന്ദ്രമോദിക്ക് ഏറ്റെടുത്ത പറ്റിയ ഇത്രയും ഭൂരിപക്ഷം കുറയാനും കാര്യം എക്കണോമിക് ഫാക്ടർ വലിയൊരു ഫാക്ടർ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈ സംഘപരിവാറിൻ്റെ ഒരു വേര്, അത് രാജ്യത്ത് ഇപ്പോഴും സംഘപരിവാർ ഫാഷിസം വേരാഴ്ത്തി തന്നെ നിൽക്കുന്നു എന്ന കാര്യത്തിൽ നമുക്ക് തർക്കമുണ്ടാകാൻ വഴിയില്ല. അതിന് ഒരു ആഘാതമുണ്ടായി ഈ തെരഞ്ഞെടുപ്പിൽ എന്നതും ഇപ്പോൾ സാറ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ നമ്മൾ ആ ഫാസിസത്തെ നമ്മൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇത്തരത്തിലൊരു സംഘപരിവാർ ഫാസിസത്തിൽ നിന്ന് രാജ്യത്തെ പൂർണ്ണമായും മുക്തമാക്കാൻ നമുക്ക് സമീപകാലത്ത് കഴിയുമോ, അല്ലെങ്കിൽ എങ്ങനെയാണ് രാജ്യം അതിനെ മറികടക്കുക എന്നാണ് താങ്കൾ കരുതുന്നത്? 3 മാസം മുമ്പ് താങ്കൾ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞേനെ എന്റെ ഒരു 10-20 വർഷത്തെങ്കിലും എന്തെങ്കിലും മാറ്റം വരുമെന്ന് എനിക്കൊട്ടും ശുഭാപ്തി വിശ്വാസമില്ല. ഈ ഇലക്ഷൻ മാത്രമല്ല, ഇനി വരാമെന്ന പല ഇലക്ഷനിലും പക്ഷെ ഇപ്പോ എന്റെ അസസ്മെന്റ് തെറ്റിയതിൽ ഏറ്റവും ആഹ്ലാദിക്കുന്ന ഒരാളാണ് ഞാൻ. അത് മാത്രമല്ല, ഇന്ന് താങ്കൾ ഇപ്പൊ ചോദിക്കുകയാണെങ്കിൽ ഇപ്പം അടുത്ത മാസമോ അടുത്ത 10 മാസത്തിനോ ഒരു ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരു റിസൾട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് BJPക്ക് ഭരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ്. അതായത് അത് മാത്രമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി ഈ ഇലക്ഷന്റെ നരേന്ദ്രമോദി ഹാസ് ലോസ്റ്റ് ദ മാൻഡേറ്റ്. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. BJP എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം തട്ടകത്തിൽ തന്നെ ഏറ്റ ക്ഷീണം തന്നെ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അദ്ദേഹത്തിന്റെ ചിത്രം മാത്രം വെച്ച്, അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം പേര് വെച്ചുള്ള മുദ്രാവാക്യം മാത്രം വെച്ച് ചെയ്ത വിജയൻ അദ്ദേഹത്തിന് ആ പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ ഇൻകംബന്റ് ഗവൺമെന്റ് മാൻഡേറ്ററി ലോസ് എന്നാണ് ജനാധിപത്യത്തിന്റെ ഏത് യാർഡ്സ്റ്റിക് വെച്ചാലും നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പം BJPക്ക് ഭരിക്കാൻ അവകാശമില്ല എന്ന് ഞാൻ പറയുന്നില്ല. പ്രീപോൾ അലയൻസ് ഉണ്ട്, NDAക്ക് വേണ്ട സീറ്റ് ഉണ്ട്. 2009 പറഞ്ഞാൽ 2072 71 സീറ്റ് കൂടുതലുണ്ടെങ്കിൽ അവർക്ക് അധികാരമുണ്ട് ഭരിക്കാൻ. പക്ഷെ
പ്രധാനമന്ത്രി ആയിരിക്കാൻ ഇദ്ദേഹത്തിന് യോഗ്യതയില്ല, ഇദ്ദേഹത്തിന്റെ മാൻഡേറ്റ് ലൂസ് ചെയ്തു, വേറൊരാളെ വയ്ക്കേണ്ടതായിരുന്നത്. ഈ വേർഡിക്റ്റിൽ, ഈ ജനങ്ങളുടെ വേർഡിക്റ്റിന്റെ തിരിഞ്ഞു നിൽക്കുന്ന സ്വഭാവമാണ് ഈ നരേന്ദ്രമോദി. അത് അദ്ദേഹം സ്വയം പ്രഖ്യാപിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ പാർലമെന്റ്, എനിക്ക് തോന്നുന്നു പാർലമെന്ററി പാർട്ടി ചേരും മുമ്പ് തന്നെ അത് പറഞ്ഞു, ഞാൻ തന്നെയാണ്. അതുപോലെ ക്ഷണക്കത്തുകളൊക്കെ പോയി എന്നാണ് കേൾക്കുന്നത്, സത്യമാണെന്ന് അറിയില്ല. പക്ഷെ എന്തായാലും ഇത് മാൻഡേറ്റിനെതിരായിട്ടുള്ള ഒരു ഇത് തന്നെയാണ്. അപ്പം ജനങ്ങളെ സംബന്ധിച്ചോളം അവരുടെ വിൽ ഓഫ് ദ പീപ്പിൾ ഹാസ് ബീൻ എക്സ്പ്രസ്ഡ് ആൻഡ് ദാറ്റ് വാസ് അഗൈൻസ്റ്റ് നരേന്ദ്രമോദി. അപ്പൊ അതുകൊണ്ട് താങ്കൾ ചോദ്യത്തിന് തീർച്ചയായിട്ടും ഒരു, അത് മാത്രമല്ല നമ്മൾ കാണേണ്ടത്, ഈ ഇലക്ഷൻ NDA വേഴ്സസ് ഇന്ത്യ ആയിരുന്നില്ല. NDA പ്ലസ് ED പ്ലസ് CBI പ്ലസ് EC പ്ലസ് എല്ലാ സംവിധാനങ്ങളും കൂടെ നിന്നൊരു തെരഞ്ഞെടുപ്പായിരുന്നു. അതെ, പ്ലസ് മണി പവർ പ്ലസ് കോർപ്പറേറ്റ്, ഇവരെല്ലാം ഇത്ര വലിയൊരു ശൃംഖലയ്ക്കെതിരെ ഈ ഇന്ത്യ സഖ്യം ചെയ്യുന്ന ഏറ്റവും എന്ന് പറഞ്ഞാൽ 232 എന്ന് പറയുന്നത് നമ്മള് നമ്പേഴ്സ് പ്യുവർലി അരിത്മെറ്റിക് പറയുമ്പോൾ 232 295 കുറവായിരിക്കും. പക്ഷെ പൊളിറ്റിക്കലി അത് 295 സ്ട്രോങ് ആയിട്ടുള്ള ഒരു വേർഡിക്റ്റ് തന്നെയാണ് നമ്മൾ പറയേണ്ടിയിരിക്കുന്നത്. ഞാൻ അതിനോട് കൂട്ടിച്ചേർത്ത് തന്നെ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. അപ്പം ഈ RSSന്റെ ഒരു ചരിത്രം നമുക്കറിയാം. തിരിച്ചടികളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് മുന്നോട്ട് വന്ന അനുഭവങ്ങളൊക്കെ രാജ്യത്ത് ധാരാളം ഉണ്ടായിട്ടുണ്ട്. ആ നിലയിൽ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ RSSനെ ഏറ്റിരിക്കുന്ന, കാരണം ഇതുവരെ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷത്തെ ഭരണം എന്ന് പറയുന്നത് RSS ഡ്രിവൺ ഇന്ത്യയായിരുന്നു. യഥാർത്ഥത്തിൽ RSS എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നടപ്പാക്കുന്ന ഒരു സർക്കാരായിരുന്നു. ഇന്ന് പക്ഷേ അങ്ങനെയല്ല. RSSന്റെ താല്പര്യങ്ങളെ പൂർണ്ണമായിട്ടും നടപ്പാക്കാനുള്ള ഒരു സാധ്യത BJPയുടെ മുന്നിലില്ല. അതിന് ശ്രമിച്ചാൽ സർക്കാർ താഴെ വീഴുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഇത് RSSന് കിട്ടിയ തിരിച്ചടി തന്നെയാണ്. ആ കാര്യത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം. പക്ഷേ തിരിച്ചടികളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് കൂടുതൽ ശക്തി ആർജിക്കുന്ന ഒരു സ്വഭാവം RSSനുണ്ട്. ആ നിലയിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ തിരിച്ചടി, നമ്മൾ പറയുമല്ലോ പാമ്പിനെ നമ്മൾ കൊല്ലുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും കൊല്ലണം, അതിനെ കൊല്ലാതെ വിട്ടുകഴിഞ്ഞാൽ പാമ്പിന്റെ കോപം ഉണ്ടാകുന്നൊക്കെ പറയുന്നത് പോലെ ഇപ്പോൾ RSSന് നമ്മൾ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തിരിക്കുകയാണ്. ഇതിൽ നിന്ന് കൂടുതൽ ശക്തമായ ഒരു RSSലേക്ക് കാര്യങ്ങൾ പോകും എന്ന് വിചാരിക്കാമോ? രണ്ട് രീതിയിൽ നമ്മൾ നോക്കിക്കാണണം. അതായത് RSSന്റെ വേറൊരു ഒരു പ്രത്യേകത, നമ്മൾ ഇത് പൂർവാധികം ശക്തമായി എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും എന്താണ് അവർ ശക്തമായിട്ട് ചെയ്തിട്ടുള്ളത്? ശക്തമായിട്ട് ചെയ്തിട്ടുള്ള വെറുപ്പിന്റെ ഇത് കൂട്ടുക എന്നുള്ളതാണ്. അത് അല്ലാതെ ഒരു സ്വയം റിഫോം ചെയ്ത് നന്നാകാൻ, ഉദാഹരണത്തിന് 2004 ഇന്ത്യ ഷൈനിങ് ക്യാമ്പയിൻ പരാജയപ്പെട്ടപ്പോൾ RSSന്റെയും BJPയും മുന്നിൽ 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒന്ന്, ഇത് പരാജയപ്പെട്ടതിന്റെ അർത്ഥം, അതായത് ഒരു മധ്യവർഗത്തിനോ അല്ലെങ്കിൽ ഉപരിവർഗത്തിനോ വേണ്ടി മാത്രം പ്രവർത്തിക്കേണ്ട ഒന്നല്ല ഒരു സർക്കാർ, നമ്മൾ പാവങ്ങൾക്ക് വേണ്ടിയും പാർശ്വവൽക്കർക്ക് വേണ്ടിയും പ്രവർത്തിക്കുക എന്ന ഒരു പാഠം പഠിച്ച് ഒരു BJPയെ ഒരു റീഇൻവെന്റ്, അതായത് റൈറ്റ് പാർട്ടിയിൽ നിന്ന് ഒരു സെന്റർ, റൈറ്റ് ഓഫ് സെന്ററിലോട്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ കുറച്ചും കൂടി ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവരികയോ കുറച്ചും കൂടി പ്രോഗ്രസീവ് കൊണ്ടുവരികയോ ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ RSSനെ പോലുള്ള ഇങ്ങനെയുള്ള ഓർഗനൈസേഷനിൽ വിശ്വസിക്കുന്ന ഫണ്ടമെന്റലിസം എന്ന് പറഞ്ഞാൽ കൂടുതൽ ഹിന്ദുത്വം വളരെ കൂടുതലായിട്ട് ഇൻജക്ട് ചെയ്യുന്നത്. അപ്പൊ RSS 2011 തുടങ്ങിയതാണ്. 2009 2011 സമയത്ത് തുടങ്ങിയ അവർക്ക് ആ മറ്റേ ഓപ്ഷൻ, അതായത് സ്വയം റിഫോം ചെയ്യുക എന്നതിന് പകരം അവർ ചെയ്തത് വളരെ നഗ്നമായ ഹിന്ദുത്വം. അത് പലരും പറയുന്നുണ്ടല്ലോ 2014 ഡെവലപ്മെന്റ് അജണ്ട ഒന്നും അല്ല. ഡെവലപ്മെന്റ് എന്നൊക്കെ വെറുതെ ഈ ഫിഗ് ലീഫ് എന്ന് നമ്മൾ പറയും, വെറുതെ ഒരു നമ്മുടെ ആളെ ഒരു മാസ്ക് വെച്ചതാണ് ഡെവലപ്മെന്റ്. എല്ലാവർക്കും അറിയായിരുന്നു അത് വർഗീയത തന്നെയാണെന്നുള്ള കാര്യം. അപ്പം ഹിന്ദുത്വം അത് ചെയ്തു. 2019 ആയപ്പോൾ ഹിന്ദുത്വക്ക് ചില ലിമിറ്റേഷൻസ് ഉള്ളതുപോലെ അവർക്ക് തോന്നുന്ന പോലെ തോന്നുന്നു. അപ്പൊ ഹിന്ദുത്വ പ്ലസ് മസ്കുലർ നാഷണലിസം എന്ന് പറയുന്നത്, അതായത് ഈ വളരെ ഈ മസ്കുലർ നാഷണലിസം എന്ന് പറയുന്ന ഈ ബലം പിടിച്ചുള്ള നമ്മുടെ ദേശീയവാദം അത് വന്നു. പക്ഷെ 2024 ആയപ്പോഴേക്കും ഹിന്ദുത്വ പ്ലസ് മസ്കുലർ നാഷണലിസം ലിമിറ്റേഷൻസ് ഉണ്ട്. പ്രത്യേകിച്ച് 2 റൗണ്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നുന്നു അവർക്ക് മനസ്സിലായി കഴിഞ്ഞു ഇത് വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഹിന്ദുത്വ പ്ലസ് മസ്കുലർ നാഷണലിസം പ്ലസ് ആന്റി ഇസ്ലാം എന്ന് പറയുന്ന ഏറ്റവും വേദനാജകരവും ഏറ്റവും അപലപനീയവുമായ ഒരു പോളിസിയിലേക്കാണ് അവർ പോയത്. അപ്പൊ ഇതിനകത്തൊന്നും വലിയൊരു നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും പോസിറ്റീവായിട്ട് കാണാനില്ല. അപ്പൊ ഏറ്റവും ക്രൈസിസിൽ നമ്മളിപ്പോ പറയാനൊക്കെ ഉള്ളത് അവര് വീണ്ടും ഊർജ്ജസ്വലമായി തിരിച്ചു വന്നു എന്ന് പറയുന്നതിനേക്കാൾ ഓരോ ക്രൈസിസ് വരുമ്പോഴും അവർ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കണം. അപ്പൊ അങ്ങനെ ഒരു ഇന്റർപ്രിട്ടേഷൻ നോക്കുകയാണെങ്കിൽ ഇനിയും കൂടുതൽ വഷളാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ പാഠങ്ങൾ പഠിച്ച് കൂടുതൽ റിസ്ട്രെയിൻഡ് ആയിട്ട് ഒന്ന് റിഫോം ചെയ്യാൻ അവർ ചെയ്യുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ അങ്ങനെ അവരുടെ ഇതുവരെയുള്ള റെക്കോർഡ് കാണിക്കുന്നത് അവരങ്ങനെ പാഠങ്ങൾ പഠിക്കുന്നവരല്ല. അവർ കൂടുതൽ ഇതിനെ വഷളാക്കാനാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറഞ്ഞത്, ന്യൂനപക്ഷങ്ങൾക്ക് തമ്മിൽ ഈ ഇത് മാക്സിമം ഹിന്ദു മുസ്ലിം ഇത് ചെയ്തിട്ട് അവർക്ക് വേണ്ട രീതിയിൽ
ഫലം കണ്ടില്ല എന്ന് വരുന്നു. ഇനി ന്യൂനപക്ഷങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുന്നുള്ളൂ. ഒരു വളരെ വലിയൊരു ഭയം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കേരളത്തിലും അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വഴിയുണ്ട് എന്ന് ഞാൻ ഭയക്കുന്നു. അപ്പൊ ഇതിനെ തടയേണ്ടത് മതപണ്ഡിതരും സാമൂഹിക രാഷ്ട്രീയ നേതാക്കൾക്ക് വിട്ടുകൊടുത്താൽ അതിനുള്ള ആർജവം നമ്മുടെ രാഷ്ട്രീയ ലീഡർഷിപ്പിന് ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. തീർച്ചയായിട്ടും ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം മതപണ്ഡിതന്മാരും സൊസൈറ്റിയും അവരെല്ലാം കൂടെ ഇടപെട്ട്, സിവിൽ സൊസൈറ്റിയും കൂടെ ഇടപെട്ട് ഇതിനകത്തൊക്കെ വളരെ ഇന്ന് തൊട്ടാണെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ തൊട്ട് ഒട്ടും സമയം കളയാതെ ഇതിനു വേണ്ടി ആളുകളെ ബോധവൽക്കരിക്കുക എന്നുള്ള വലിയ റെസ്പോൺസിബിലിറ്റി സിവിൽ സൊസൈറ്റിക്ക് ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. നമുക്കറിയാം, ഇപ്പം ദ്രവീഡിയൻ മണ്ണ് RSSനൊപ്പം നിന്നിട്ടില്ല. ഇപ്പം തമിഴ്നാട്ടിലാണെങ്കിൽ തമിഴ്നാട്ടിൽ RSSനെ അടുപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ BJPയെ അടുപ്പിച്ചിട്ടില്ല. പക്ഷെ കേരളത്തിൽ ഇതാദ്യമായിട്ട് BJP നേതൃത്വം അക്കൗണ്ട് തുറക്കുകയാണ്. BJP കേരളത്തിൽ ആദ്യമായിട്ട് ഒരു പാർലമെന്റ് അംഗത്തെ ഉണ്ടാക്കുകയാണ് തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപിയിലൂടെ. ഇത് നൽകുന്ന ഒരു സൂചന എന്താണ്? അല്ലെങ്കിൽ കേരളത്തിനും ഭാവിയിൽ BJPയോ RSSോ ഭീഷണിയായി മാറും എന്ന് കരുതാവുന്ന ഒരു സാഹചര്യമാണോ നമ്മുടെ സംസ്ഥാനത്ത് രൂപപ്പെട്ടിരിക്കുന്നത്? സാർ എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും ഞാൻ ഇത്തവണ കേരളത്തിൽ ഉണ്ടായത് കൊണ്ട് ഞാൻ വടക്കൻ കേരളത്തിലാണ് കൂടുതലും ട്രാവൽ. പിന്നെ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. ഒരു കാര്യം എന്നെ വളരെ നിരാശപ്പെടുത്തിയ കാര്യം, കേരളത്തിലെ ഇത്തവണത്തെ ഇലക്ഷൻ പലരും പൊരുതുന്ന കണ്ടപ്പോൾ ഇതെന്തോ ഒരു അസംബ്ലി ഇലക്ഷൻ ആണോ അല്ലെങ്കിൽ ഇതൊരു പഞ്ചായത്ത് ഇലക്ഷൻ ആണോ എന്ന രീതിയിൽ, അതായത് ഒരു ദേശീയമായ യാതൊരു സബ്ജക്റ്റും കഴിയുന്നത്ര പറയാതിരിക്കുക. എല്ലാവരും അല്ല, ആനി രാജ വയനാട്ടിൽ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചു, സുനിൽകുമാർ സംസാരിച്ചു. പക്ഷെ ഞാൻ പറയുന്നത് അത് പ്രതിപക്ഷത്തായാലും ഭരണപക്ഷത്തായാലും BJP ഇതിലായാലും കഴിയുന്നത്ര ദേശീയമായ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനത് ഒരു യൂഫമിസം ഞാൻ അങ്ങനെയല്ല പറയേണ്ട രീതിയിൽ തന്നെ മുസ്ലിം എന്നുള്ളൊരു വാക്ക് ഉച്ചരിക്കാൻ ഇവർക്ക് മടിയായിരുന്നു. ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു ഈ 2024? അത് മുസ്ലിങ്ങൾ നേരിടുന്ന അരക്ഷിതാവസ്ഥ തന്നെയായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ, അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ദളിതർ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ തന്നെയായിരുന്നു ഇവിടുത്തെ പ്രശ്നങ്ങൾ. ജാതി സെൻസസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇത്. കേരളത്തിലെ എത്ര പാർട്ടികൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടു? എത്ര പേര് മുസ്ലിങ്ങൾക്ക് സുരക്ഷിതം കൊടുത്തതിനെ പറ്റി പറയുന്നത് കേട്ടു? ദേശീയതയല്ല കാര്യം. കേരളത്തിൽ പറഞ്ഞാൽ അത് പുറത്ത് അവർക്ക് അപകടമാകുന്ന ഒരു ഭീതി. ഇങ്ങനെ ഒരു ഭീതിയിൽ കേരളത്തിലെ ഏറ്റവും അരാഷ്ട്രീയമായ ഒരു ഇലക്ഷനാണ് ഇത്തവണ നടന്നത്. അല്ലെങ്കിൽ ഇതിനകത്ത് നമ്മുടെ കേരളത്തിൽ ഈ എന്താ പറയുന്നത്, ഈ കൂപമണ്ഡൂകങ്ങളുള്ള കുളങ്ങൾ, അതായത് ഈ തവളകളുള്ള കുളങ്ങൾ എന്ന പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഈ സംസ്ഥാന സർക്കാരിനെ ടാർഗറ്റ് ചെയ്യുകയും, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ രാഹുൽ ഗാന്ധിയെ ടാർഗറ്റ് ചെയ്യും, ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളും ഒരു വളരെ സങ്കുചിതമായ കാര്യങ്ങൾ, പെറ്റി ഇഷ്യൂസ് എന്ന് പറയാം. അതേസമയം ഉത്തർപ്രദേശ് നമ്മൾ എപ്പോഴും പുച്ഛിക്കുന്ന, നമ്മളെ പോലെ വിദ്യാഭ്യാസമില്ല, നമ്മളെ പോലെ നമ്മൾ പറയുന്നത് നമ്മൾ യൂറോപ്പിന് ആണ് ഞാൻ അംഗീകരിക്കുന്നു, യൂറോപ്പിനോടുള്ള വെൽഫെയർ ഇതെല്ലാം ഉണ്ട് നമുക്ക്. പക്ഷെ നമ്മൾ പുച്ഛിക്കുന്ന ഉത്തർപ്രദേശിൽ പൂർണ്ണമായും, ഞാൻ ഉത്തർപ്രദേശ് ചില 1-2 സ്ഥലങ്ങളിൽ പൂർണ്ണമായും രാഷ്ട്രീയ ഈ ഇലക്ഷൻ ഒരു രാഷ്ട്രീയ ഇലക്ഷൻ ആയിരുന്നു. പക്ഷെ കേരളത്തിൽ അൺഫോർച്ചുനേറ്റ്ലി അതല്ലായിരുന്നു. അപ്പൊ ഇത് കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി BJP. ഞാൻ തൃശ്ശൂരല്ല, ഞാൻ തിരുവനന്തപുരത്താണ്. കാര്യം തൃശ്ശൂരിൽ എന്നെ അങ്ങനെ അത്ര അധികം ഭയപ്പെടുത്തുന്നു. പക്ഷെ തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും BJP ഉണ്ടാക്കിയ ഈ വലിയ നേട്ടം, അത് വിജയത്തിനോട് അടുപ്പിച്ച തിരുവനന്തപുരത്ത് ശരിക്ക് BJP വിജയിച്ചു എന്ന് തന്നെ നമ്മൾ കണക്കാക്കണം. ശശിധരന്റെ ഭൂരിപക്ഷത്തിൽ വലിയ ഇടിവുണ്ടാക്കാൻ കഴിഞ്ഞു, വലിയ ഇടിവ് സംഭവിച്ചു. അദ്ദേഹം ഒട്ടും രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല എന്നുള്ള ഞാൻ പറയുന്നത്. ഞാൻ ശശിധരന്റെ പേര് പറഞ്ഞു തന്നെ പറയാൻ. അതായത് നമ്മുടെ ഇവിടെ UDF ആയാലും LDF ആയാലും പ്രചാരണത്തെ ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പിന്റെ രീതിയിലേക്ക് പ്രചാരണം പോയി എന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുക. അപ്പൊ ഇത് നമ്മൾ ഓരോ പ്രസംഗവും അങ്ങോട്ടും ഇങ്ങോട്ടുമായി നമ്മൾ നരേന്ദ്രമോദിയിൽ നിന്ന് ഫോക്കസ് മാറ്റുകയാണ്. അങ്ങനെ ഒരു വലിയൊരു അപരാധം ഇവരെല്ലാവരും ചെയ്തു എന്നുള്ളത്. അപ്പം ഇത് കണ്ടപ്പോൾ അതായത് BJP കേരളത്തിൽ അക്കൗണ്ട് തുറന്നതിന്റെ ഉത്തരവാദിത്തം LDFനും UDFനും ഒരുപോലെ ഉണ്ട് എന്ന് പറയേണ്ടി വരും. തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും അവർക്ക് തന്നെയാണ്. ഞാൻ മറ്റാരെങ്കിലും ഇവര് രണ്ടുപേരും പൂർണ്ണ ഉത്തരവാദിത്തം, രണ്ടുപേരും. അതായത് നമ്മള് ഇത് ഒരു ഭംഗിവാക്കിന് വേണ്ടി പറയുകയല്ലേ, രണ്ടുപേരും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അതിന് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എനിക്കതിന് പക്ഷെ പ്രതീക്ഷയില്ല. രാഷ്ട്രീയ അത് കഴിഞ്ഞുള്ള റിയാക്ഷൻസും കാര്യങ്ങൾ പറഞ്ഞവരെ നമ്മൾ വൃത്തികെട്ട ഭാഷ ഉപയോഗിച്ച് വിമർശിക്കുക, ഇതെല്ലാം കേട്ടപ്പോൾ എനിക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് സിവിൽ സൊസൈറ്റി, പക്ഷെ കേരളത്തിലെ സിവിൽ സൊസൈറ്റി എത്രമാത്രം തയ്യാറാകുമെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ തീർച്ചയായിട്ടും എന്നാലും അത് ശ്രമിക്കുന്നത് മതപണ്ഡിതന്മാരും മറ്റുള്ള അവരിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്. നമ്മുടെ പുരോഹിതന്മാരിലും നമ്മൾ പലപ്പോഴും ഇവരെയൊക്കെ പരിഹസിക്കുമെങ്കിലും ക്രൈസിസ് ഉണ്ടാവുമ്പം രാഷ്ട്രീയക്കാരെക്കാൾ കൂടുതൽ ഉത്തരവാദിത്ത രീതിയിൽ പെരുമാറിയിട്ടുള്ള ഇവരൊക്കെ തന്നെയാണ്. അപ്പം ഇവരിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്.
സാർ നമുക്കറിയാം ഇപ്പം കേരളവുമായിട്ടാണ് ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെയൊക്കെ പലപ്പോഴും താരതമ്യം ചെയ്യാറ്. കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ എടുത്തായാൽ പോലും, മതപരമായ മേഖലയിലായാൽ പോലും, അല്ലെങ്കിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതി ആയാൽ പോലും എല്ലാം നമ്മൾ താരതമ്യം പലപ്പോഴും ചെയ്യുന്നത് മറ്റു സംസ്ഥാനങ്ങളുമായിട്ട് ഇന്ത്യയിലെ ഒരു മികച്ച സംസ്ഥാനം എന്ന നിലയിൽ താരതമ്യം ചെയ്യുന്നത് കേരളത്തെയാണ്, പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രബുദ്ധതയുടെയൊക്കെ കാര്യത്തിൽ. സാറ് ഒരു 10-30 വർഷത്തിലധികമായി കേരളത്തിന് പുറത്ത് ജീവിതം നയിക്കുന്ന, രാജ്യത്തിൻ്റെ സ്പന്ദനങ്ങൾ അറിയുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്. ഈ നിലയിൽ ഇപ്പോൾ ഒരു മാറ്റം വന്നിട്ടുണ്ടോ? കേരളത്തെ ഇനിയും നമുക്ക് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് മാതൃകയായി അവതരിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ? അല്ല, തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ കേരളം വളരെ മുന്നിലാണ്, നമുക്ക് യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും കേരളം ഒരു മാതൃക തന്നെയാണ്. പക്ഷെ ഒരു വലിയ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, അത് ഇടതുപക്ഷത്തിന്റെ ആയാലും കോൺഗ്രസിന്റെ ഭരണത്തിലായാലും കേരളത്തില് പൊതുവെ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു സുരക്ഷിതാവസ്ഥ ഉണ്ട്, അത് തീർച്ചയാണ്. പക്ഷെ അത് ഇപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ പലരും അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടോ എന്നുള്ളത്, അതായത് ഈ സുരക്ഷിതാവസ്ഥ ഉള്ളതുകൊണ്ട് ഞങ്ങള് ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ബാധിക്കില്ല എന്നൊരു ഒരു തെറ്റായ ഒരു ധാരണ ഇവരുടെ ചിലരുടെയെങ്കിലും ഇടയിൽ ഉണ്ടായിട്ടുണ്ടോ എന്നൊരു തോന്നല്. കാര്യം എനിക്കത് പറയാൻ കാര്യം, ഞാൻ വളരെ വിഷമത്തോടെയാണ് പറയുന്നത്. കേരളം 1970 വരെ നമുക്കറിയാം, കേരളം വളരെ ദരിദ്രമായ ഒരു സ്റ്റേറ്റ് ആയിരുന്നു. അതിൽ നിന്ന് ഇത്രയും പുരോഗതി കൊണ്ട് തീർച്ചയായിട്ടും രാഷ്ട്രീയമായും മറ്റ് സാമൂഹികപരമായുള്ള ഒരുപാട് മൂവ്മെന്റ്സ് നമ്മൾ അതൊന്നും കുറച്ച് കാണുന്നില്ല. പക്ഷെ ഗൾഫിൽ നിന്ന് വന്ന സമ്പത്ത് അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു റോള് വഹിച്ചു എന്നുള്ളത് നമ്മൾ എത്ര കണ്ട് അതിനെ നമ്മളതിനെ വേണ്ട രീതിയിൽ നമ്മൾ പലപ്പോഴും അതൊരു എന്താ പറയുക, ഒരു ലയബിലിറ്റി ആയിട്ട് പോലും പറയുന്ന ചില സമൂഹങ്ങൾ ഇപ്പോൾ ഇവിടെയൊക്കെ വളരെ വിദ്യാഭ്യാസമുള്ള ചില എന്റെ കൂടെ പഠിച്ച ചില സുഹൃത്തുക്കൾ തന്നെ പറയാറുണ്ട്, അത് നിവൃത്തിയില്ലാതെ പറ്റും. അങ്ങനെ നിവൃത്തിയില്ലെന്നല്ല, അതൊരു നല്ല ലക്ഷണമാണ്. അതായത് നമ്മളെല്ലാം മുന്നോട്ട് പോകാൻ നമ്മുടെ പണ്ടോട്ടേ ഉള്ള നമ്മുടെ കച്ചവട ബന്ധങ്ങളും അത് മാത്രമല്ല, അത് പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ട സാധനമല്ല. രണ്ടാമത്, നമ്മൾ വേണ്ട രീതിയിൽ നമ്മൾ ക്രെഡിറ്റ് കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയാത്ത കാര്യം, മുസ്ലിം സമൂഹം നമ്മുടെ ഇടയിൽ ഇവിടെ കേരളത്തിൽ തിരിച്ചു കൊണ്ടുവന്ന പൈസ ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ള, മറ്റാര് ചെയ്തതിനേക്കാൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അതൊരു വലിയൊരു സംഭവമാണ്. പക്ഷെ അത് പലപ്പോഴും അവർക്കെതിരായിട്ടാണ് ഞാൻ പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ പല സ്ഥലങ്ങളിൽ നമ്മൾ എവിടെ നോക്കിയാലും മുസ്ലിം സ്ഥാപനങ്ങൾ കാണും. ഞാൻ പറഞ്ഞാൽ അത് നമ്മൾ ആഹ്ലാദിക്കുകയും അഭിമാനിക്കുകയും ചെയ്യേണ്ടല്ലോ. കാര്യം അതിന്റെ അർത്ഥം എന്താണ്, ഒരുപാട് ക്രയവിക്രയങ്ങൾ നടക്കുന്നുണ്ട്, ഇക്കണോമിക് ആക്ടിവിറ്റി ഈ സ്റ്റേറ്റ് നടക്കുന്നുണ്ട്. അത് നമ്മൾ പക്ഷെ അത് പലപ്പോഴും ഞാൻ ഇതാണ് പറഞ്ഞത്, മതപണ്ഡിതന്മാരും മറ്റുള്ളവരും സാമൂഹിക സിവിൽ സൊസൈറ്റിയും ശരിക്കും ചെയ്യേണ്ട രാഷ്ട്രീയം നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത്. അതായത് ഈ എല്ലാ സമൂഹങ്ങളും ഈ സമ്പത്തും ഒക്കെ നമ്മൾക്ക് ഒരിക്കലും ഇതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു അപ്പൊ പലപ്പോഴും ഇനി പറയുന്നത് കേരളത്തിലെ സുരക്ഷാ വ്യവസ്ഥയും കേരളത്തിൽ ഗൾഫിൽ നിന്ന് വരുന്ന സമ്പത്ത് ഇതുകൊണ്ട് പല സമൂഹങ്ങളും ഈ മുസ്ലിങ്ങളെ കുറ്റപ്പെടുത്തുക എന്നുള്ളത് അതൊരു നമ്മുടെ ഒരു സ്റ്റേറ്റിലെ പലരും ചില വെബ്സൈറ്റുകൾ അവരുടെ ഉപജീവന മാർഗമായിട്ട് മാറ്റുകയും മറ്റ് പലപ്പോഴും സ്വകാര്യ സംഭാഷണങ്ങളിൽ ആളുകൾ നിരന്തരം ഈ ചില കമ്മ്യൂണിറ്റികളെ കുറ്റം പറയുകയും ഇങ്ങനെയുള്ള ഒരു കാര്യം. അപ്പൊ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേരളം പിന്നോട്ട് പോയി. അതാണ് ഞാൻ പറഞ്ഞത്, മുസാഫർ നഗറിലെ റൈറ്റിന് ശേഷം പിന്നോക്ക വിഭാഗങ്ങൾക്കും ദളിതർക്കും ന്യൂനപക്ഷങ്ങൾക്കും ഒരുമിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഞാൻ കേരളത്തിൽ അങ്ങനെ ഒരുമിക്കുന്നില്ല എന്നല്ല പറഞ്ഞത്. പക്ഷെ ഇപ്പോഴും പല സീറ്റുകളിലും റിസൾട്ട് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ചില ഭിന്നപ്പുകൾ ഉണ്ട് എന്നുള്ള സത്യം നമ്മൾ അംഗീകരിച്ചേ മനസ്സിലാക്കൂ. അത് യഥാർത്ഥ മുറിവുകളോ യഥാർത്ഥ റീസൺസ് എന്താണെന്ന് പോലും നമ്മൾ ആലോചിച്ചിട്ടില്ല. അപ്പൊ അതിനെക്കുറിച്ച് ആലോചിച്ച് തീരുമാനം എടുക്കണം. ആ ഒരു യാഡ് സ്റ്റിക്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേരളം പിന്നോട്ട് പോയിരിക്കുന്നു എന്ന് തന്നെ ആ ഒരു യാഡ് സ്റ്റിക്കിൽ മാത്രം, സാമൂഹികമായും വിദ്യാഭ്യാസമായും പറയുന്നത്, ഒരു രാഷ്ട്രീയപരമായ രീതിയിൽ നോക്കുകയാണെങ്കിൽ പിന്നോട്ട് ഈ ഇലക്ഷൻ റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും പിന്നോട്ട് പോയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് നമ്മൾ നമ്മുടെ ആ പഴയ പ്രബുദ്ധത വീണ്ടെടുക്കണം എന്ന് പറയേണ്ട ഒരു സമയമാണിത്. പ്രബുദ്ധത മാത്രമല്ല, നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ട ചിലർക്ക് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കാൻ വിമുഖത കാണിക്കുന്നു. അത് അസൂയ കൊണ്ടാണോ? അത് അസൂയാണെങ്കിൽ കുഴപ്പമില്ല, മനുഷ്യനുള്ള സഹജമായ അത് നമുക്ക് വരാം. അസൂയാണെങ്കിൽ കുഴപ്പം. പക്ഷെ വെറുപ്പോ മറ്റു കൂടുതൽ ഉള്ള വിദ്വേഷമോ ആണ് കാരണമെങ്കിൽ നമ്മൾ വളരെ അപകടകരമായ കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. യുപിയിലും മറ്റു കാര്യങ്ങളും നമ്മൾ സംഭവിച്ച് മനസ്സിലാക്കേണ്ടത് ജീവനോപാധിയുടെ അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമായിരുന്നു. ജീവനോപാധിയും വെറുപ്പിന്റെ അടിച്ചമർത്തലുകളും ഈ ബുൾഡോസർ രാജ് എന്ന് പറഞ്ഞ, അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണോ എന്നറിയില്ല ഈ അപകടത്തെക്കുറിച്ച് നമ്മൾ ഇപ്പോഴും വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ ചില വിഭാഗങ്ങളെങ്കിലും, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഒരു ഉപരിവർഗ
ഒരു അപ്പർ മിഡിൽ ക്ലാസ് എന്നുള്ള ഒരു അവര് ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമാണ് നമ്മളിപ്പം തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ ആദ്യഘട്ടത്തിൽ വലിയ തോതിലാണ് അവിടെ BJP സ്ഥാനാർത്ഥി ലീഡ് ചെയ്തു പോയത്. പിന്നീട് തീരപ്രദേശ മേഖലകളൊക്കെ എണ്ണിയപ്പോഴാണല്ലോ ലീഡ് താഴോട്ട് വന്നതും ശശി തരൂർ മുകളിലോട്ട് വന്നതും. അപ്പോൾ സാർ ഈ പറഞ്ഞ ഒരു പോയിന്റ് വളരെ പ്രധാനമാണെന്ന് തോന്നുന്നു. കാരണം ഈ അപ്പർ മിഡിൽ ക്ലാസ്സിനിടയിൽ വലിയ ചിന്താഗതിയിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് സംശയിക്കേണ്ട ഒരു സമയമാണല്ലേ? തീർച്ചയായിട്ടും അത് നമ്മൾ ഭയപ്പെടേണ്ട ഒരു അതാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുകയും അവരെ ബോധവൽക്കരിക്കുക എന്നുള്ളതിൽ കഴിഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം ഇന്ന് ഈ നമ്മൾ പാമ്പിനെ വളർത്തും പോലെയാണ്, ഏത് നിമിഷമാണ് തിരിഞ്ഞ് കടിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു പിന്നെ ഇവര് ഈ BJPയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ തന്നെ മറ്റു പല സ്റ്റേറ്റുകളിലും ഇപ്പൊ ക്രിസ്തീയ സമൂഹങ്ങളുള്ള പല സ്റ്റേറ്റുകളിലും ഇവർ എങ്ങനെയൊക്കെയാണ് അധികാരം കിട്ടിയപ്പോൾ പ്രവർത്തിച്ചിരുന്നത്. ഒറീസയിൽ പോലും നവീൻ പട്നായിക്കിന്റെ ശരിക്കും പറഞ്ഞാൽ അവര് ഒരു മുന്നണിയിൽ ഉണ്ടായിരുന്നവരാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം മാറിയത്? അവിടെ കാണ്ടൽ മഹാൽ എന്ന സ്ഥലത്ത് ക്രിസ്തീയ സമൂഹങ്ങളെ സംഘപരിവാർ എന്ന് പറയുന്നവർ ആക്രമിക്കപ്പെട്ടു എന്നുള്ള ആരോപണം വന്നപ്പോഴാണ് അദ്ദേഹത്തെ മാറേണ്ടി വന്നത്. അപ്പൊ ഈ ഇതൊന്നും ചരിത്രമല്ല, നമ്മുടെ ഇന്നലെ നടന്ന സംഭവങ്ങളാണ്. ഗ്രഹാം സ്റ്റെയിൻസിന്റെ അദ്ദേഹത്തിനും കുഞ്ഞുങ്ങൾക്കും പറ്റിയ കാര്യങ്ങളൊന്നും മറക്കാൻ പാടില്ല. അപ്പൊ ഇത് മറക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്തുകൊണ്ട് ഇവർ മറന്നു എന്ന് പറയുന്നത് രാഷ്ട്രീയ നേതൃത്വത്തെയും കുറച്ചൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഈ ആരാധനാലയങ്ങളുടെ പ്രബോധനമായിട്ടുള്ള വിട്ടുവീഴ്ചകളൊക്കെ നമ്മൾ കുറ്റം പറഞ്ഞാൽ അവരുടെ നേരെ വിരൽ ചൂണ്ടിയാലേ പറ്റുകയുള്ളൂ. അപ്പൊ അത് തിരുത്തേണ്ട സമയം അതിക്രമിച്ചിരുന്നു എന്നാണ് ഈ ഇലക്ഷൻ കൊണ്ട് വൈകിട്ടില്ല, പക്ഷെ തീർച്ചയായിട്ടും സമയം അതിക്രമിച്ചിരിക്കുന്നു. അത് നമ്മൾ ചെയ്യേണ്ടത് തന്നെയാണ്. കേരളത്തിൽ ഈ BJPയുടെ അക്കൗണ്ട് തുറക്കുന്നതിൽ ക്രൈസ്തവ വോട്ടുകൾ ഒരു നിർണായക ഘടകമായി എന്ന് പറയേണ്ട ഒരു ഘട്ടമാണോ ഇത്? അത് കണക്ക് നോക്കിയാലേ അറിയാം. പക്ഷെ ഞാൻ പറയുന്ന സാധാരണ നമ്മുടെ സംഭാഷണങ്ങളിൽ നമുക്ക് തോന്നുമ്പോൾ അങ്ങനെ തോന്നുന്നു. അറ്റ്ലീസ്റ്റ് തൃശ്ശൂരെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല മറ്റൊരു പിന്നോക്ക വിഭാഗം ഹിന്ദുക്കൾ അല്ലെങ്കിൽ ഈ ഹിന്ദുത്വം വിശാല ഹിന്ദുത്വം എന്ന് അവകാശപ്പെടുന്ന അവര് മറ്റൊരു ഹിന്ദു വിഭാഗവും അതിനെതിരെ വോട്ട് ചെയ്യുന്നു. പക്ഷെ ഞാൻ ഇത് പറയുമ്പോൾ എനിക്കും കുറച്ച് ലജ്ജയൊക്കെ ഉണ്ട്. കാര്യം യാതൊരു തെളിവും ഇല്ലാതെയാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങനെ പറയുന്ന തെളിവില്ലാതെ സംസാരിക്കുമ്പോൾ നമ്മൾ വോട്ട് ചെയ്തവരെയും കുറച്ചൊക്കെ അവമാനിക്കുകയാണ്. കാര്യം വോട്ട് ചെയ്ത ഓരോ വ്യക്തിയും അവന്റെ വ്യക്തി സ്വാതന്ത്ര്യം ഉപയോഗിച്ചാണ് വോട്ട് ചെയ്യുന്നത് അൾട്ടിമേറ്റ്ലി. അപ്പൊ അതിനെ നമുക്ക് ചോദ്യം ചെയ്യാൻ അധികാരമില്ല. പക്ഷെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നതിനെ കുറിച്ച് തീർച്ചയായിട്ടും അന്വേഷിക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യം തന്നെയാണ്, റെസ്പോൺസിബിൾ തന്നെയാണ്. ഓക്കെ, ഈ രാജ്യവ്യാപകമായി ചിതറിക്കിടക്കുന്ന ഫാസിസ്റ്റ് വിരുദ്ധരുടെ ഒരു കൂട്ടുണ്ടല്ലോ. ഫാസിസ്റ്റ് വിരുദ്ധത എല്ലായിടത്തുമുണ്ട്, പക്ഷെ അത് പലപ്പോഴും ഒന്നിച്ചു കൂടുന്നില്ല, ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ ഒരുമിച്ച് നിൽക്കുന്നില്ല എന്നതാണ്. എന്താണ് ഇതിന് തടസ്സം എന്നാണ് സാറ് കരുതുന്നത്? ഒരു ഫാസിസ്റ്റ് വിരുദ്ധരുടെ രാജ്യവ്യാപകമായ ഒരു ഒത്തൊരുമ ഉണ്ടാകുന്നതിന് പിന്നിൽ എന്താണ് പ്രധാനമായിട്ടും തടസ്സമായി നിൽക്കുന്നത്? അല്ലെ, അത് ജനാധിപത്യത്തിന്റെ ഉള്ളിൽ തന്നെയുള്ള പലരും അത് വീക്ക്നെസ് ആയിട്ട്, ഞാനത് സ്ട്രെങ്ത് ആയിട്ടാണ് കാണുന്നത്. കാര്യം ഒരു റെജിമെന്റൽ പാർട്ടി ആയിട്ട് ഒരിക്കലും ഒരു ഫാസിസ്റ്റ് തന്നെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഞങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി എന്നുള്ളതാണ്. ആത്യന്തികമായിട്ട് ഞങ്ങളാണ് ശരി, ബാക്കി എല്ലാവരും തെറ്റ്. അപ്പൊ അങ്ങനെ ഒരു റെജിമെന്റഡ് സ്വഭാവം ഒരിക്കലും ഫാസിസ്റ്റിനെ എതിർക്കുന്നവരെ കാണാൻ പറ്റിയില്ല. കാര്യം അങ്ങനെ ഒരു റെജിമെന്റഡ് ആയിട്ട് വരികയാണെങ്കിൽ അവരും ഫാസിസവും തമ്മിലുള്ള ഒരു വ്യത്യാസം ഒരു വളരെ നേരിയ ഒരു രേഖയാണ്. അത് ഏത് നിമിഷവും നമ്മൾ അറിയാതെ തന്നെ മറികടക്കാം. ഇപ്പൊ അടിയന്തരാവസ്ഥയിൽ സംഭവിച്ച പോലെ അങ്ങനെ മറികടക്കാം. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു വലിയൊരു മൊണോലിത്തായിട്ട് ഫാസിസ്റ്റ് ശക്തികളെല്ലാം ഒരു കുടക്കീഴിൽ നിൽക്കണം എന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ എപ്പോഴൊക്കെ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, ഇപ്പം സംഭവിച്ചു, അവര് ഒരുമിച്ച് വരണം. അതിനുശേഷം തീർച്ചയായിട്ടും അവർ തമ്മിൽ കലഹിക്കണം, തമ്മിൽ പ്രതിവാദങ്ങൾ നടത്തണം. എങ്കിൽ മാത്രമേ ഒരു ജനാധിപത്യത്തിന് ശക്തി ഉണ്ടാവൂ. അല്ലെങ്കിൽ നമ്മൾ ഒരു ഇന്ത്യ മുന്നണി ആയതുകൊണ്ട് മാത്രം എല്ലാ ഇന്ത്യ മുന്നണിയിലെ ഇലക്ഷന് ശരിയാണ് അവരെ ഒരുമിച്ച് സംസാരിക്കും. പക്ഷെ ഇനിമേൽ ഒരുമിച്ച് സംസാരിക്കണമെന്നില്ല. അവർ തമ്മിൽ കലഹം ഉണ്ടാകണം, അവർ തമ്മിൽ വാദപ്രതിവാദം ഉണ്ടാകണം. ജാതി സെൻസസ് വേണോ വേണ്ടയോ, എന്തുകൊണ്ട് വേണം എന്തുകൊണ്ട് വേണ്ട എന്നുള്ള അങ്ങനെ തന്നെയാണ് അതിന് മുന്നോട്ട് പോകേണ്ടത്. അപ്പം വിശാലമായ ഒരു ലൂസായിട്ടുള്ള ഒരു അലയൻസ് മതി എന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഒരു വളരെ ഫോർമലൈസ്ഡ് ആയിട്ട് ഇപ്പൊ ഒരു മൊണോലിത്തിക് അത് പറയുകയാണെങ്കിൽ നമ്മളും BJP തമ്മിൽ പിന്നെ എന്താണ് വ്യത്യാസം? അപ്പൊ അങ്ങനെ വരാൻ പാടില്ല എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യയെ പോലുള്ള വളരെ ഇത്രയും വലിയൊരു രാജ്യത്ത്, ബഹുസ്വരതയുള്ള രാജ്യത്ത് അത് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവരാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഈ 10 വർഷം കൊണ്ട് നമ്മുടെ ഗ്രാമറും എല്ലാം മാറിപ്പോ നമ്മളിപ്പോഴും ശക്തനായ ലീഡർ എന്ന് പറയും, സ്ട്രോങ് ലീഡർ എന്ന് പറയുന്നത്. സ്ട്രോങ് ലീഡർ വളരെ പോസിറ്റീവായിട്ടാണ് നമ്മൾ. പക്ഷെ ഒരു ഡെമോക്രസിയിൽ അങ്ങനെ ഒരിക്കലും ഒരു സ്ട്രോങ് ലീഡർ പാടില്ല. സ്ട്രോങ് ലീഡർ അല്ല വേണ്ടത്, ഒരു കെയറിംഗ് ലീഡറാണ്.
മറ്റുള്ളവരെ മറ്റുള്ളവർ പറയുന്ന കേൾക്കാൻ തയ്യാറായ ഒരു ലീഡറാണ് നമുക്ക് ആവശ്യം. നമ്മളൊരു ഗുസ്തി മത്സരത്തിനല്ലല്ലോ പോകുന്നത് ഒരു സ്ട്രോങ് ലീഡറായിട്ട്, അല്ലെങ്കിൽ നമ്മളൊരു ഓട്ട മത്സരത്തിനോ അല്ലെങ്കിൽ ഷോർട്ട് പുട്ട് എറിയാനോ അല്ലല്ലോ നമ്മൾ പോകുന്നത്. ശക്തി നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യം നമ്മളെ കേൾക്കാൻ കഴിയുന്ന, നമ്മളെ കുറിച്ച് ആലോചിക്കുന്ന, നമ്മളെ കുറിച്ച് വ്യാകുലപ്പെടാൻ കഴിയുന്ന ഒരു നേതാവിനാണ് നമുക്ക് ആവശ്യം. നേതാക്കന്മാരെ, ഒരു നേതാവല്ല, പല നേതാക്കൾ. ഓക്കെ, ഞാൻ ഒരൊറ്റ കാര്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കാം. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷം എന്ന് പറയുന്നത് രാജ്യത്ത് മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മാധ്യമങ്ങളുടെ വിലയിരുത്തേണ്ട ഒരു സമയം കൂടിയായിരുന്നു. ഈ 10 വർഷത്തിനുള്ളിൽ രാജ്യത്തെ പല പ്രമുഖമായ മാധ്യമങ്ങളുടെയും രീതിശാസ്ത്രം മാറിയിട്ടുണ്ട്. ഇപ്പം സാറ് നേതൃത്വം നൽകുന്ന ടെലഗ്രാഫ് പോലെയുള്ള വളരെ കുറഞ്ഞ മാധ്യമങ്ങളെ മാത്രമേ നമുക്ക് ഒരു ഫാസിസ്റ്റ് വിരുദ്ധ ചേരിയിലേക്ക് ഉയർത്തി കാണിക്കാനുണ്ടായിരുന്നുള്ളൂ. പല മാധ്യമങ്ങളും ഫാസിസത്തിന് കുഴലൂത്ത് പാടുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിരുന്നു. ഇനി വരുന്ന ഒരു 5 വർഷം, അത് നമുക്കറിയാം, ആ 5 വർഷം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഒരു ജനാധിപത്യ സ്വഭാവമുള്ള, ഏറ്റവും ചുരുങ്ങിയ ജനാധിപത്യ സ്വഭാവമെങ്കിലുമുള്ള ഒരു 5 വർഷമായിരിക്കും. ഈ മാധ്യമരംഗത്ത് സംഭവിച്ച ഈ അപജയങ്ങൾ തിരുത്തപ്പെടും എന്ന് സാർ വിചാരിക്കുന്നുണ്ടോ? വലിയ രീതിയിലൊന്നും തിരുത്തപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ പറയുന്ന ഈ ലെഗസി മീഡിയ എന്ന് പറയുന്ന, അതായത് നമ്മുടെ പരമ്പരാഗത മീഡിയ അല്ലെങ്കിൽ മെയിൻ സ്ട്രീം മുഖ്യധാര എന്ന സ്വയം അവകാശിത്വ മീഡിയയിൽ വലിയ രീതിയിൽ മാറ്റങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാര്യം അതിനുള്ള ശക്തി അവർക്ക് തൽക്കാലം ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. അല്ല, വേണമെങ്കിൽ അവർക്ക് ചെയ്യാം കേട്ടോ, വേണമെങ്കിൽ ചെയ്യാം, നമ്മൾ അത്ഭുതപ്പെടുത്തി ചെയ്തുകൂടാതില്ല. ഞാനത് പ്രതീക്ഷിക്കുന്നില്ല. കാര്യം ഇപ്പോഴും അവര് നരേന്ദ്രമോദി ഭരണത്തിലിരിക്കുന്നത് ഇവർക്ക് തന്നെ വിശ്വാസം വന്നിട്ടില്ല എന്താണ് സംഭവിച്ചെന്നുള്ളത്. പല പത്രങ്ങളും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ അവരെല്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. പക്ഷേ എന്ന് പറഞ്ഞ, പക്ഷേ നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രി വന്നല്ലോ, അപ്പൊ വലിയ മാറ്റമൊന്നും വന്നില്ല എന്ന് സ്വയം കൺവിൻസ് ചെയ്യാൻ വേണ്ടി. കാര്യം അവരുടെ പ്രൈം ലീഡർഷിപ്പിന്റെ ഇടയിൽ വലിയ മാറ്റം വന്നതായിട്ട് ഞാൻ കരുതുന്നില്ല. ഇപ്പൊ ടെലിഗ്രാഫ് പോലൊരു പത്രത്തിനോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് റീഡിംഗ് കൽക്കട്ടയിലോ റീഡർഷിപ്പിന്റെ ഇടയിൽ ആ ലീഡർഷിപ്പെല്ലാം മിക്കവാറും BJPക്ക് തന്നെയാണ് വോട്ട് ചെയ്യാൻ സാധ്യത എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ അവരുടെ ഇടയിൽ വലിയ അപ്പൊ ഈ റീഡേഴ്സുമായിട്ട് നിരന്തരം അവർക്ക് റീഡേഴ്സിന് എന്താണ് വേണ്ടത് അത് വിളമ്പുക എന്ന് പറയുന്ന പത്രങ്ങൾ വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കും. പക്ഷെ ഓൺലൈൻ സ്പേസിൽ തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ 3 മാസം കൊണ്ട് ഒരു നത്തിങ് ഷോർട്ട് ഓഫ് റെവല്യൂഷൻ എന്ന് തന്നെ പറയേണ്ടി വരും. അത് വേണ്ട രീതിയിൽ അതിനെക്കുറിച്ചൊന്നും നമ്മുടെ മാധ്യമങ്ങൾ തീർച്ചയായിട്ടും അവർ കവർ ചെയ്തില്ലല്ലോ. അവർക്ക് ഫ്രീ പരസ്യം, പക്ഷെ വിദേശത്തൊക്കെ അതിനെക്കുറിച്ച് കവർ ചെയ്തിട്ടുണ്ട്. വളരെ അഭൂതപൂർവമായ രീതിയിലാണ് യൂട്യൂബേഴ്സും അവരെയൊന്നും യൂട്യൂബേഴ്സ് അല്ല, അവരെ ഫുൾ ജേർണലിസ്റ്റ് തന്നെ, അവര് തന്നെ നമ്മുടെ പോലെയുള്ള ഇൻഫ്ലുവൻസർ, അദ്ദേഹത്തെ ജേർണലിസ്റ്റ് എന്ന് പറയാൻ വിളിക്കാൻ തന്നെയാണ്. അദ്ദേഹം ചെയ്ത ജേർണലിസം തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന് കിട്ടുന്ന പ്രതിപക്ഷ നേതാവിന്റെ റോൾ ഏറ്റെടുക്കുകയായിരുന്നു. തീർച്ചയായിട്ടും. അപ്പൊ അദ്ദേഹം ചെയ്തതൊന്നും വലിയ കാര്യമല്ല. നമ്മുടെ കേരളത്തിലേക്ക് ചില കമന്റേറ്റേഴ്സ് പറയുന്നത് അതൊന്നും വലിയ കാര്യമല്ല. അങ്ങനെയാണെന്നെങ്കിൽ മധ്യപ്രദേശിൽ എന്തുകൊണ്ട് BJP ഇങ്ങനെയുള്ള മുടന്ത കാര്യങ്ങൾ പറയുക എന്നുള്ള, ഇവരൊന്നും ചെയ്ത പുതിയ കാര്യങ്ങൾ പറയുകയല്ലേ. ഇവരെല്ലാം ചെയ്തത് ഈ ഉത്തർപ്രദേശിലെ മറ്റുള്ളിടത്തുള്ള ഭയപ്പെടുന്ന അസംതൃപ്തരായ ജനങ്ങൾക്ക് ഒരു ആശ്വാസം നൽകുകയായിരുന്നു. അതായത് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ കേൾക്കുന്നുണ്ട്, നിങ്ങളുടെ ശബ്ദം ഞങ്ങൾ ഉയർത്തിപ്പിടിക്കും എന്നുള്ള അത് വലിയൊരു സർവീസാണ്, ഒരു വലിയൊരു കാര്യമാണ്. ഇവരെല്ലാം ദൂരരാത്രി, രവീഷ് കുമാർ, അജിത് അഞ്ചും, ഇങ്ങനെ പല പേരുകൾ പറയുകയാണെങ്കിൽ പല പേരുകളുണ്ട്. ഇങ്ങനെ ഇവരെല്ലാം ചെയ്തത് നമുക്ക് ഒരിക്കലും ഒരു പത്രവും ചെയ്യാത്ത കാര്യങ്ങൾ. ഈ പത്രങ്ങൾ ചിലപ്പം രക്തദാനത്തിനോ അല്ലെങ്കിൽ ക്യാൻസർ ക്യൂറിനോ അല്ലെ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടി അവർ വളരെ ഉത്സാഹത്തോടെ മുന്നിടണം. വളരെ നല്ല കാര്യമാണ്, ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മുടെ ഏറ്റവും മൂല്യമായ, നമ്മുടെ ഏറ്റവും സ്വാതന്ത്ര്യം എന്ന ഒരു വായു, ആ വായു മലിനപ്പെടുമ്പോൾ ഈ പത്രങ്ങൾ എന്തുകൊണ്ട് മിണ്ടാതിരിക്കുന്നു? അതേസമയം നമ്മുടെ എയർ പൊല്യൂഷനെ കുറിച്ച് അവർ സംസാരിക്കുന്നു. പക്ഷെ നമ്മുടെ രാഷ്ട്രത്തിന്റെ ഇത് തന്നെ മലിനസം ഒന്നും മിണ്ടാതിരുന്ന ഈ പത്രങ്ങൾ അവർ തീരെ ഇറലവന്റ് ആയി എന്നുള്ള കൂടെ. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ ഇലക്ഷനിൽ ഏതെങ്കിലും പത്രം ഒരു അജണ്ട സെറ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റുമോ? ആകെ നമ്മൾക്ക് പ്രധാനമന്ത്രി എനിക്കൊന്ന് 80 ഇന്റർവ്യൂസ് ആണ് പ്രധാനമന്ത്രി. അതിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് അറിയാത്ത കാര്യം അദ്ദേഹം പറഞ്ഞു, എന്തെങ്കിലും പ്രോപ്പഗൻഡ. പക്ഷെ ഒരു കാര്യം പറഞ്ഞു, ഞാൻ ബയോളജിക്കൽ അല്ല, വളരെ നോൺ ബയോളജിക്കൽ ആണെന്നുള്ള വളരെ അത്ഭുതകരമായ ഒരു റെവലേഷൻ അദ്ദേഹത്തെ ചെയ്തു. അതൊരു ഇന്റർവ്യൂ കൂടെയാണെന്ന് ചെയ്തത്. അങ്ങനെ അപഹാസ്യമായ കാര്യങ്ങളല്ലാതെ മെയിൻ സ്ട്രീം മീഡിയ എന്ന് പറയുന്നവർക്ക് എന്തെങ്കിലും ഒരു റോള് ഈ ഇലക്ഷനിൽ ചെയ്യാൻ കഴിഞ്ഞോ? നമുക്കൊരു നല്ലൊരു റിപ്പോർട്ടോ നല്ലൊരു കമന്ററി എന്തെങ്കിലും ഓർക്കാൻ വേണ്ടിയുണ്ടോ? ഒന്നുമില്ല എന്നുള്ളതാണ്. വളരെ അപൂർവമായിട്ട് പ്രധാനമന്ത്രി 80-ലധികം മീഡിയകൾക്ക് ഇന്റർവ്യൂ കൊടുത്തു. പക്ഷേ ഇന്റർവ്യൂ പലതും പ്രീ പ്ലാൻഡ് ആയിരുന്നു എന്ന് കരുതേണ്ടി വരും അല്ലേ? മിക്കവാറും എല്ലാം അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. പ്രീ പ്ലാൻഡ് അല്ലെങ്കിൽ പോലും അതിൽ അദ്ദേഹത്തിന് വേണ്ടി ഒരു ഫ്രീ പ്രോപ്പഗാൻഡ ചെയ്യാനുള്ള സൗകര്യം കൊടുത്തു. അത് മറുചോദ്യങ്ങളില്ല, അങ്ങനെയുള്ള വളരെ അപഹാസ്യമായ ഇന്റർവ്യൂ. പല ഇന്റർവ്യൂകളും ഏറ്റവും അപഹാസ്യമായ രീതിയിലേക്ക് നമുക്ക് എത്ര പേര് വായിച്ചിട്ടുണ്ട്. ഇപ്പൊ യൂട്യൂബിലൊക്കെ ഒരുപാട് വ്യൂസ് കാണുന്നുണ്ട്. പക്ഷേ എത്ര പേര്, എനിക്ക് പല ഇന്റർവ്യൂ, ഞാനൊരു പത്രപ്രവർത്തകനാണ്, എനിക്ക് ശമ്പളം, ഇതെല്ലാം ഇങ്ങനെയുള്ള വളരെ ബോറടിക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയാണ് നമുക്ക് ശമ്പളം കിട്ടുന്നത്. എന്നിട്ട് പോലും എനിക്ക് പല ഇന്റർവ്യൂവും തീരാൻ സംബന്ധിച്ച വായിച്ചു പോലും, കാര്യം അത്ര കഠിനമായിരുന്നു കാര്യങ്ങൾ വായിക്കുകയും
കാര്യം നമ്മുടെ ഇന്റലിജൻസിനെ ടെസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ നമുക്കും നമ്മളെല്ലാം മണ്ടന്മാരായിരിക്കും, പക്ഷെ നമ്മൾ ഒരാൾ നിത്യം നീ എന്നും മണ്ടനാണെന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു 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 ചളിപ്പ് വരില്ല. അതുകൊണ്ട് എനിക്ക് പല ഇന്റർവ്യൂവും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇതൊക്കെ കണ്ടത് ആരാണെന്ന് പോലും എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട് ഇക്കാര്യങ്ങൾ. അപ്പൊ മാധ്യമങ്ങളെ പൂർണ്ണമായിട്ട് എക്സ്പോസ് ചെയ്ത ഒരു ഇലക്ഷൻ തന്നെയാണിത്. ഒട്ടും പക്ഷെ അതേസമയം വളരെ ഹോപ്പ്, ഓൺലൈൻ സ്പേസിൽ വളരെ ഹോപ്പ് ഉള്ളു. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറിനും ഇതൊന്നും വലിയ താല്പര്യം കാണില്ല. കാരണം ഇവരെ ടാർഗറ്റ് ചെയ്യാൻ പോകുന്ന ഇങ്ങനെയുള്ള നിയമം വഴി മറ്റു കാര്യം, ഞാനാണ് നേരത്തെ തന്നെ ഉദ്ദേശിച്ചത്, ഇങ്ങനെയുള്ളവരെ ടാർഗറ്റ് ചെയ്യുക. അപ്പൊ പല സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ താല്പര്യമായിരിക്കും. ഇവനെയൊക്കെ ഒന്ന് ഒതുക്കാമെങ്കിൽ നമുക്ക് കുറച്ച് സമാനമായിട്ട് ഉറങ്ങാമെന്നുള്ള രീതിയിൽ. മനസ്സിലായി. അപ്പൊ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെയാണ് വളരെ ജാഗ്രതയോടെ ഇരിക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ സാർ, വളരെ നന്ദി. ഇത്ര സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു, നന്ദി. waytonikah.com, the exclusive Muslim matrimonial site.